ഈ പ്രാവശ്യത്തെ ബാംഗ്ലൂർ യാത്രയിൽ വളരെ തിരക്കുള്ളൊരു ഷെഡ്യൂളായിരുന്നു. പ്രധാനപ്പെട്ട ഒരു കാഴ്ചകളും കാണാൻ പറ്റില്ലല്ലോ എന്നൊരു ദുഃഖവും മനസ്സിൽ അവശേഷിക്കുമ്പോഴാണ് നമുക്ക് ലാൽബാഗിലെ ഫ്ലവർ ഷോ കാണാനായിട്ട് അവസരം ലഭിച്ചത്. ജാനുവരി 26-നും ഓഗസ്റ്റ് 15-നും പബ്ലിക്കിന് വേണ്ടിയിട്ട് ഇത്ര മനോഹരമായ ഫ്ലവർ ഷോകൾ ഇവിടെ അറേഞ്ച് ചെയ്യാറുണ്ട്. 240 ഏക്കറുകളിലായിട്ടാണ് ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ പടർന്നു കിടക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് നമ്മൾ ഫ്ലവർ ഷോയുടെ ഭാഗമായി കാണുന്നത്. 1760 ഹൈദരലിയുടെ കാലത്താണ് ഇവിടെ ഈ ബൊട്ടാണിക്കൽ ഗാർഡൻ ആരംഭിച്ചത്. ഇത് റോസിന് വേണ്ടി മാത്രമുള്ളൊരു ഗാർഡനാണ്. എത്ര മനോഹരമായിട്ടുള്ള വെറൈറ്റി ഫ്ലവേഴ്സാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ മനോഹരമായ പുഷ്പങ്ങളുടെ വർണ്ണങ്ങളിൽ നിന്ന് കുറച്ചെടുത്ത് ദൂരെ ആകാശത്ത് ഒരു വർണ്ണചിത്രം വരച്ചിട്ടുണ്ട്. എത്ര മനോഹരമാണെന്ന് നോക്കിയേ ഇവിടുത്തെ അസ്തമയം സൂര്യനെ കാണാനായിട്ട്. ഹോളിഡേയ്സ് ആയതുകൊണ്ട് വളരെ നല്ലൊരു തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ചെടികൾ വാങ്ങിക്കാൻ പറ്റുന്ന നഴ്സറികൾ ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട്. പല വെറൈറ്റി ചെടികൾ മിതമായ നിരക്കിലൂടെ ലഭിക്കുന്നുണ്ട്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ ഗ്ലാസ് ഹൗസാണ്. അതും വളരെ കാലങ്ങൾക്ക് മുമ്പ് ഇവിടെ തീർത്തതാണ്. അവിടെ നിന്ന് ഫോട്ടോ എടുക്കാനും പൂക്കളുടെ സൗന്ദര്യം പകർത്താനൊക്കെ ആളുകൾ മത്സരിക്കുകയാണ്. പോലീസിൻ്റെ വക നിയന്ത്രണമുണ്ട്. ഇതിൻ്റെ ഈ ബഹളങ്ങൾക്കിടയിൽ നിന്ന് വീഡിയോ ഫോട്ടോ എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ശ്രമകരമായിട്ടുള്ളൊരു ജോലി തന്നെയായിരുന്നു. Keep the Alibag plastic free by not carrying any brand items such as plastic and NWPC fiber bags or phones used with the plastic ഇവിടെ മനോഹരമായിട്ടുള്ളൊരു ഫൗണ്ടൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഗാന്ധിയുടെ ഒരു പ്രതിമയുണ്ട്. വളരെ മനോഹരമാണ് ഈ ഫൗണ്ടൻ്റെ കാഴ്ച. പിന്നിൽ അസ്തമയ സൂര്യൻ്റെ ഭംഗിയുള്ള ക്യാൻവാസ്, അതിന് ഫ്രണ്ടിലായിട്ട് ഇത്ര മനോഹരമായിട്ടുള്ള ഫൗണ്ടനും പൂക്കളും. നല്ലൊരു വെറൈറ്റി കാഴ്ച തന്നെയായിരുന്നു. ಖಾಲಿ ಜಾಗ ಹತ್ತಿರ ಬಟ್ಟೆ ಕಟ್ಟಿ ಮಾಡಿರೋದು.
എത്ര വെറൈറ്റി പൂക്കളാണ് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നതെന്ന് നോക്കി. മനോഹരമായ വള്ളിക്കുടിലുകളുടെ ഷേപ്പിൽ, മയിലുകളുടെ ഷേപ്പിൽ എല്ലാം പൂക്കളും ചെടികളും എല്ലാം ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് ഒരു ചെറിയ ഓട്ടപ്രദക്ഷിണം മാത്രം നടത്താനാണ് സാധിച്ചിട്ടുള്ളൂ. നേരം കുറച്ച് വൈകിയതിനാലും നമുക്ക് യാത്ര പുറപ്പെടുന്ന സ്ഥലത്തേക്ക് എത്താനുള്ള തിരക്കുള്ളതിനാലും ഒക്കെ നമുക്ക് വളരെ ചുരുങ്ങിയ ഒരു ഏരിയ മാത്രമാണ് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളത്. ഇവിടെ മനോഹരമായ ഒരു ലേക്ക്, അത് ഒരു പോണ്ട് കാണാം, ലോട്ടസ് പോണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബോട്ടിങ്ങിനുള്ള സൗകര്യം ഉണ്ടെന്നാണ് അറിയുന്നത്. നമ്മുടെ തിരക്കുകൾക്കിടയിൽ പ്രകൃതി ഒരുക്കുന്ന വർണ്ണ കാഴ്ചകളും ആസ്വദിക്കാൻ സമയം കണ്ടെത്താം.